കണ്ട തെണ്ടികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താ ഭ്രാന്തന്മാർക്ക് മാത്രമേ പെങ്ങളെ കൊടുക്കോളുന്നുണ്ടോ? പെണ്ണന്വേഷിച്ച് വന്നിരിക്കുന്ന ഒരു മാന്യൻ. എടാ, നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളേ? നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. പോടാപ്പുറത്ത്. പോകാം, പക്ഷെ ഒരു കാര്യം, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിയിരിക്കും. അന്ന് ഞാൻ നിന്നെ തട്ടുവിടാക്കൊക്കെ. ആഹാ, ഒന്നുകിൽ ഞാൻ നിന്റെ പെങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിന്റെ കൊലയാളി. സൂക്ഷിച്ചോളൂ. എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു നീർക്കോല് മതി അത്താഴം മുടക്കാൻ. പേടിക്കണ്ട, നിന്നെ തട്ടില്ല. പക്ഷെ അവൻ നിന്റെ പെങ്ങളെ കെട്ടും. അങ്ങനെ സംഭവിച്ചാ എന്ത് ചെയ്യും? ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ അതാ നല്ലത്. വല്ല പ്യൂണിന്റെ പോസ്റ്റ് ആയാലും ശരി, എന്താ കൈക്കൂലി കൊടുക്കണ്ടെന്ന് വെച്ചാ PF ലോൺ എടുത്തിട്ടായാലും ഞാൻ തരാം. അല്ലാതെ ഈ ഒരു കാര്യത്തിന് എന്റെ അടുത്ത് നിന്നായ പൈസ പോലും കിട്ടില്ല. അമ്മ കരുതും പോലല്ല ഈ പോൾട്രി ഫാം എന്ന് വെച്ചാ. എനിക്ക് കേക്കണ്ട. വടക്കേപ്പറമ്പിൽ നാട്ടിയ ബോർഡ് കാണുമ്പോഴേ ആൾക്കാർ ചിരിക്കുക. മുരളീസ് പോൾട്രി ഫാം. മറ്റൊരു തൊഴിലും കണ്ടില്ലേ നീ? വാശിയുടെ കാര്യത്തില് അച്ഛന്റെ മോനാണ് ഞാനെന്ന് അമ്മയ്ക്കറിയാലോ. വാശി മാത്രല്ല, ശീലക്കേട് മുഴുവനും അച്ഛന്റെ കിട്ടിയിരിക്കുക. എന്ന് ആ അച്ഛന്റെ മോന്റെ ഒരു പ്രവചനം കൂടെ കേട്ടോളൂ. മാധവി ടീച്ചറുടെ ഒരു സഹായവും കൂടാതെ തന്നെ വടക്കേ പറമ്പിൽ മുരളീസ് പോൾട്രി ഫാം ഉയരും. ഇപ്പൊ എനിക്ക് വിളമ്പി തരുന്നത് പോലെ ഈ കൈ കൊണ്ട് എന്റെ കോഴിക്കുഞ്ഞുങ്ങൾക്കും മാധവി ടീച്ചർ തീറ്റ വിളമ്പും. എന്താ സംശയം ഉണ്ടോ? എവിടുന്നാ കാശ്? സോറി, അത് മാധവി ടീച്ചർ അറിയണ്ട. മാനേജർ ആള് ഡീസന്റ് ആണ്. ലോൺ അനുവദിക്കുന്ന കാര്യത്തിൽ മാക്സിമം പുള്ളി സഹായിക്കും ചെയ്യും. പക്ഷേ ബോർഡ് മീറ്റിംഗിന്റെ തീരുമാനത്തിലാണ് പ്രശ്നം. എടാ, മാക്സിമം മുരളിക്കിട്ട് ആ പ്രസിഡന്റ് പാര പണിയും. അത് 7:30 എത്ര മണി എഴുതി വെച്ചോ. അഥവാ ലോൺ അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ ഒരു മാർഗം? ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിലയിൽ എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്? ഹൃദയം നേരത്തെ തന്നെ ഞാൻ മറ്റൊരാൾക്ക് തീർ എഴുതി കൊടുത്തു കഴിഞ്ഞു. ഇനി കിഷ്ണിയല്ല, കിഡ്നി. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഉപകരിക്കുമെങ്കിൽ അത് ഞാൻ ദാനമായി നൽകാം. ഈ ശരീരത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇത്തിരി പോന്നായിരിക്കും. അത് വിറ്റ വലിയ കാശൊന്നും കിട്ടില്ല. എന്താ? ആ പ്രതീക്ഷയും തകർന്നു. മുരളി എന്താ ഇനി വരാത്തത്? ബോർഡ് ചെയർമാൻ കൂടിയായ പ്രസിഡന്റും ഇങ്ങനെ എതിർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഭ്യസ്ത വിദ്യന് ചെയ്യുന്ന ഉപകാരം എന്ന നിലയ്ക്ക് സാർ എന്തെങ്കിലും. അഭ്യാസവും വിദ്യയൊക്കെ കയ്യിലിരിക്കട്ടെ. താൻ ബാങ്കിന്റെ പണം വാങ്ങി കോഴിയെ പോയിക്ക. കത്ത കോഴിയെ നാട്ടുകാർ തിരിച്ചു പിടിക്കാൻ കൂട്ടത്തോടെ വരുമ്പം എന്ത് ചെയ്യും? അപ്പം ബാങ്കിന്റെ മുതൽ എന്താ കേറേണ്ടി? കേക്കട്ടെ. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും ലോൺ അനുവദിക്കുന്ന പ്രശ്നമില്ല. നേരെ നിറയും കിട്ട ഇത്ര രാഷ്ട്രീയ കോമരങ്ങളുടെ വക്കാലത്തില്ലാതെ സാറിന് പേഴ്സണൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാ പേഴ്സണലായിട്ട് എന്താ കിട്ടുക അങ്ങോട്ട് വാങ്ങിച്ചോ. പാടൂ. സോറി മുരളി, ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. കോഴിയെ വളർത്താൻ ലോണ്, ഇങ്ങനെയാണെങ്കിൽ കുറുക്കനെ വളർത്താൻ ലോൺ ചോദിക്കില്ലേ? ഞാൻ പ്രസിഡന്റ് ആവുന്ന കാലത്തോളം അത് നടക്കാൻ പോകില്ല. പ്രസിഡന്റ് ദേഷ്യപ്പെട്ട പറഞ്ഞത്. അപ്പൊ പാര തന്നെ. ലോണ് കിട്ടുമോ? എന്നാ പറഞ്ഞത്. എന്നാ ഞങ്ങൾ വരട്ടെ. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുപോലത്തെ ലോൺ കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം സേഫ് ആണ്. കാരണം റാങ്ക് ലിസ്റ്റിലൊക്കെ എന്റെ പേരുണ്ട്. എന്താടാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ കോളാമ്പിയോ തുപ്പിത്തോപ്പിക്കണ? തോന്നിവാസം കാണിച്ച പിന്നെ നാവുണ്ടാവില്ല. അടിച്ച് പല്യം കുളിക്കും കള്ളത്തിരുമാലികളെ. നമസ്കാരം. ഇയാൾക്കെന്താ വട്ടായി പോയോ? എന്തിനാ എന്നെ തല്ലിയത്? മുരളി ലോൺ ചോദിച്ചോണ്ടായിരിക്കും. ശരിയാ, അതാവാനാണ് സാധ്യത. കിട്ടിയില്ല. പ്രസിഡന്റ് പാര ഇവനിട്ട് കിട്ടി. തനിക്കിട്ട് പാരയും ഇവനിട്ട് അടിയും. നല്ല ചേർച്ച. അല്ല, അതിനിപ്പോ ഞാൻ എന്താ ചെയ്ത്? എന്തായാലും ഉള്ളത് കിട്ടിയില്ലേ? അതിനെന്തിനെത്ര ടെൻഷൻ അടിക്കണേ? മഹാ ബോറായി പോയല്ലോ.